ഇന്നൊരു മത്തങ്ങ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഒരു മത്തങ്ങ സൂപ്പാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സ്വാദുള്ള മത്തങ്ങ സൂപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ചൂടായ കുക്കറിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി അല്ലിയും ചേർക്കാം. ഒരു സവാള ചെറുതായി എരിയൊന്നും വേണ്ട, ഇതുപോലെ എരിഞ്ഞാൽ മതി. ഇതിൽ കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ വാട്ടാനെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്ക് മത്തങ്ങ 250 ഗ്രാം മത്തങ്ങയാണ്. ഇതുപോലെ മുറിക്കുക. ഇത്തിരി വലുതായിട്ട് നല്ല പഴുത്ത മത്തങ്ങയാണ്. അത് ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. ഏതാണ്ട് 2 മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ വേവിക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മത്തങ്ങ ഞാൻ ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മത്തങ്ങയിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. ഇനി ഒന്നുകൂടി കിടന്നൊന്ന് വേവട്ടെ. ഇതിപ്പോൾ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുമ്പാൽ ചേർക്കാം കേട്ടോ. ഈ കട്ടി തേങ്ങാപ്പാലൊന്നുമല്ല, ഇതിൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത പാലാണ്. പശുമ്പാലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് തേങ്ങാപ്പാലിനോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ. ഇതൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ തിളച്ചിങ്ങനെ കുമിളകൾ വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തിള വന്ന് തുടങ്ങി. നോക്കിയേ, ചെറിയ കുമിളകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് പംകിൻ സീഡ് ചേർത്തു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല സ്വാദം ഉണ്ടാവും. നല്ല സ്വാദുള്ള പംകിൻ സൂപ്പ് തയ്യാറായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.